എല്ലാവർക്കും പ്രണാമം. ധന്വന്തരി ഭഗവാനെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ജിജ്ഞാസയുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ധന്വന്തരി ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയണം. വേദങ്ങളിലൊന്നും ധന്വന്തരിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ ധന്വൻ എന്നൊരു ഋക്കിനെ പറ്റി പറയുന്നുണ്ട്. അത് അതിൻ്റെ അർത്ഥപ്രകാരമാണെങ്കിൽ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ഈ മഹാഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ നാരായണവർമ്മ കഥനം എന്നൊരു ചാപ്റ്ററുണ്ട്. അവിടെ പറയുന്നുണ്ട്, ധന്വന്തരി ഭഗവാൻ പാത്തു അപഥ്യാത്. ധന്വന്തരി ഭഗവാൻ അപഥ്യത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ, കാത്തി സംരക്ഷിക്കട്ടെ. അപഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപഥ്യം ആണ് എല്ലാ രോഗത്തിനും കാരണം. അപഥ്യം എന്ന് വെച്ചാൽ തെറ്റായ ജീവിത രീതി. അപ്പോൾ തെറ്റായ ജീവിത രീതിയിൽ നിന്ന് ധന്വന്തരി ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിട്ട് രോഗമെല്ലാം മാറ്റി രോഗമില്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ തെറ്റായ ജീവിത രീതി, നമുക്ക് പഥ്യമായ ജീവിത രീതി, ശരീരത്തിന് ഹിതമായ ജീവിത രീതി വേണം. ഹിതമായ ആഹാരവിഹാരങ്ങൾ, മനസ്സിന് സുഖം തരുന്ന കാഴ്ചകൾ, വർത്തമാനങ്ങൾ, സന്തോഷമുള്ളാക്കാവുന്ന നമ്മുടെ ഭക്തിയായിട്ടുള്ള ചില കാര്യങ്ങൾ, മറ്റുള്ളവന് സേവനം ചെയ്ത് കിട്ടുന്ന സന്തോഷങ്ങൾ, അങ്ങനെ ശരീരത്തിന് ഹിതമായ, ശരീരത്തിനും മനസ്സിനും ഹിതമായൊരു ജീവിത രീതി കെട്ടിപ്പടുക്കാൻ ധന്വന്തരി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതുവഴി നമ്മൾ ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് തീരട്ടെ എന്നുള്ളതാണ് ആ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ധന്വന്തരി ഭഗവാനെ പറ്റി പിന്നെ പുരാണങ്ങളിലാണ് വിശദമായ ചർച്ചയുള്ളത്. മത്സ്യപുരാണം, അങ്ങനെ ഗരുഡ പുരാണം, ഇതിലൊക്കെ ധന്വന്തരി ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറയുന്നത് ഭാഗവതത്തിൽ ഭഗവാൻ ധന്വന്തരി അമൃതമത സമയത്ത് അമൃതകുംഭം കൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ആ അമൃതമഥനം, ഈ പാലാഴി മഥനം എന്നൊക്കെ? പാലാഴി മഥനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് നടക്കേണ്ടത്. ആ മനസ്സിൽ നമ്മുടെ മന്ത്രജപമാണ് ഈ പാലാഴി മഥനം. പാലാഴി മതിക്കുമ്പോൾ പല സാധനങ്ങളും, മൂദേവി, അങ്ങനെ പല ആദ്യം ചീത്തയായ സാധനങ്ങൾ, പിന്നെ നല്ല സാധനങ്ങൾ, പിന്നെ ഏറ്റവും അവസാനമാണ് അമൃതം. നമ്മൾ ജപിക്കുമ്പോഴും ഈ നാമജപം ഒരു പാലാഴി മഥനമാണ്. നമ്മുടെ ശരീരത്തിലെ മനസ്സെന്ന കടങ്കോല് അപ്പുറം ഇപ്പുറമുള്ള അമൃതകല, വിഷകല, അല്ലെങ്കിൽ ഈട, പിങ്ങള, ഇതിനെ ആ സന്തുലിതാവസ്ഥയ്ക്ക് നയിക്കുകയാണ് ഈ ജപം കൊണ്ട്. അപ്പോൾ ഈ ജപിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകൾ വരും. അവസാനം ചിന്തയൊന്നുമില്ലാതെ നമ്മുടെ മനസ്സ് ശാന്തമായ ഒരു അവസരത്തിലെത്തും. അങ്ങനെ ശാന്തമായ അവസരത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ധന്വന്തരി ഭഗവാൻ അനുഗ്രഹം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ആനന്ദാവസ്ഥ ഉണ്ടാകും. അതാണ് ഈ ധന്വന്തരിയുടെ ഒരു ചെറിയ കാര്യങ്ങൾ. നമ്മൾ പാലാഴി മന്ത്രത്തിൽ ഉയർന്ന ധന്വന്തരിയിലെ ജൈവമായ കാര്യങ്ങൾ. ഈ ധന്വന്തരി എന്ന വാക്കിനർത്ഥം ധനുസ്സിൽ ചരിക്കുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ ധന്വശാസ്ത്രത്തിൽ വിദഗ്ധൻ എന്നർത്ഥം. അതായത് രണശാസ്ത്രത്തിലെ വിദഗ്ധൻ, അതായത് രണശാസ്ത്രത്തിൽ അവരെല്ലാം ചികിത്സിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്. ധനുസ് ആകാശത്തിൽ സഞ്ചരിക്കുന്ന, അതുകൊണ്ട് സൂര്യൻ എന്നൊരർത്ഥമുണ്ട്. ധന്വന്തരി ഭഗവാൻ പാലാഴി മഥനത്തിൽ നിന്ന് വന്ന് അമൃത് കൊടുത്തതിന് ശേഷം സൂര്യനിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ സൂര്യനായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇതാണ് ധന്വന്തരിയെക്കുറിച്ചുള്ള ചെറിയ വിവരണം. ബാക്കി അടുത്ത ദിവസം പറയാം. എല്ലാവർക്കും ധന്വന്തരി ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ധന്വന്തരിയേ നമഃ.